കേരളത്തിലെ ഇടതുഭരണം എല്ലാ അർത്ഥത്തിലും പരാജയമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉറപ്പാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ജിദ്ദയിൽ പറഞ്ഞു. പരിപാടിയിൽ അഹമ്മദ് സ്മാരക സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജേഴ്സിയും അദ്ദേഹം പ്രകാശനം ചെയ്തു. കേരളത്തിലെ പിണറായിയുടെ ഭരണം എല്ലാ തരത്തിലും പൂർണ്ണ പരാജയമാണെന്നും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ നേട്ടങ്ങളാണ് UDF നേടുന്നതെന്നും ഇത് വരാനിരിക്കുന്ന ഭരണമാറ്റം ഉറപ്പാക്കുന്നതുമാണെന്ന് PMA സലാം പറഞ്ഞു. 2026 ആസന്നമായി പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കാൻ കേരള ജനത തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങൾ ആണ് ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭരണം വിഖില മേഖലകളെയും നഷ്ടപ്പെടുത്തിയതാണ്. സംസ്ഥാനത്തിന്റെ ബഹുമുഖമായ വികസനങ്ങൾ ഒന്നും തന്നെ നടക്കാതെ പോയി. നികുതികൾ അമിതമായി വർദ്ധിപ്പിച്ചു. ആഡംബരവും ധൂർത്തും ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയായി മാറി. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഗവൺമെന്റ് തോറ്റ് തുല്യം പാടിയത്. ബഹുഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായിയെ ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കേരള ജനത ബദ്ധശ്രദ്ധരായിരിക്കുകയാണ്. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗം വലിയ ജനപങ്കാളിത്തമായിരുന്നു. പരിപാടിയിൽ ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബു, അനീസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KMCC ആക്ടിംഗ് പ്രസിഡന്റ് AK ബാവ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി VP മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി. പരിപാടി ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുന്ന അഹമ്മദ് സ്മാരക സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജേഴ്സി പ്രകാശനം നടത്തി. ഷൌക്കത്ത് ഞാറക്കോടൻ ഫുട്ബോൾ മത്സരത്തെപ്പറ്റി വിശദീകരിച്ചു. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. Celebrating 40 years of trust and legacy. Sona Gold and Diamonds, Saudi Arabia, Bahrain, Oman.